നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദയ പ്രഗ്നന്റ്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനത് നിന്നോട് ചോദിക്കാൻ ചെയ്തതല്ലേ. സാരമില്ല, പറയാൻ കുറച്ച് താമസിച്ചെന്നല്ലേ ഉള്ളൂ. ഇനി നീ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം. നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോ. ഞാൻ ഉണ്ണിക്കുട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവന്റെ അസുഖം മാറുന്നത് വരെ ഞാനും ഇവിടെ നിൽക്കാം. ഇനി അതല്ല, എന്റെ വീട്ടിലേക്ക് പോകാനാ നിനക്ക് തോന്നുന്നതെങ്കിൽ ഞാനിപ്പോ തന്നെ ഒരു ടാക്സി വിളിക്കാം. വേണ്ട, എനിക്കിപ്പോ വേണ്ടത് അതൊന്നും അല്ല. ശബരിയേട്ടൻ എന്റെ ഇഷ്ടം നടത്തി തരാൻ തയ്യാറാണെങ്കിൽ എന്റെ ഈ പ്രഗ്നൻസി ഒന്ന് ഇല്ലാതാക്കി തരണം. നീ എന്താ പറഞ്ഞേ? പ്രഗ്നൻസി ഇല്ലാതാക്കി തരണമെന്നോ? അതെ ശബരേട്ട, നമുക്കുടനെ വേറൊരു കുഞ്ഞുകൂടി വേണ്ട. അത് ശരിയാവില്ല. ശരിയാവില്ലെന്ന് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ശരിയാവണം. ഒരു കുഞ്ഞുകൂടി നമുക്ക് വേണന്തേ. അതിനുവേണ്ടി നീ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഒരു കുഞ്ഞുകൂടി വേണമെന്നല്ലേ ഉള്ളൂ. അത് ഉടനെ വേണമെന്ന് എന്തിനാ നിർബന്ധം പിടിക്കുന്നേ? അതെ ശബരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇനിയും ഒരുപാട് സമയമുണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടൻ കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ. ഒരു കുഞ്ഞ് ജനിക്കും മുമ്പ് അതിന്റെ അമ്മയുടെ മനസ്സും ശരീരവും അതിന് തയ്യാറാണോന്നും കൂടെ നോക്കണം ശബരി. തുടക്കത്തിലാവുമ്പോ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. നിന്റെ സമ്മതം മാത്രം മതി. ഇല്ല ഇല്ല ചീരു, എനിക്കിത് സമ്മതിക്കാൻ പറ്റില്ല. ഇരട്ട കുട്ടികളുടെ അമ്മയായിരുന്നിട്ടും ചീരു ഒരു കുഞ്ഞിനും കൂടെ ജന്മം നൽകാൻ തയ്യാറായില്ലേ?